സ്വദേശിയെ അസം ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു. അസമിലെ ഭീകരവാദ കേസ് പ്രതി MB ഷാബ് ഷെയ്ഖ് ആണ് അറസ്റ്റിലായത്. 3 ദിവസമായി പടന്നക്കാട് ഒളിവിൽ കഴിയുകയായിരുന്നു. UAPA വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. PK സരീഷ് ഉണ്ട്. സരീഷ്, അസമിലെ സ്ഫോടനം ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ MB ഷാബ് ഷെയ്ഖിനെയാണ് അസം ടാസ്ക് ഫോഴ്സ് NIA സഹായത്തോടെ അല്പസമയം മുൻപ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 4 മാസം മുൻപ് കേരളത്തിൽ എത്തിയതായി ഇന്റലിജൻസിന് വിവരം ലഭിച്ചിരുന്നു. പക്ഷേ എവിടെയാണ് താമസം എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താനായിരുന്നില്ല. അതിനിടയിലാണ് 4 ദിവസം മുൻപ് കാസർഗോഡ് പടന്നക്കാട് ഇയാൾ എത്തിയിട്ടുണ്ട് എന്ന കാര്യം ഇന്റലിജൻസിന് വിവരം ലഭ്യമാവുന്നത്. ഉടൻ തന്നെ NIAക്കും ഒപ്പം തന്നെ അസം ടാസ്ക് ഫോഴ്സിനെയും ഈ കാര്യം അറിയിക്കുകയും ഇന്ന് രാവിലെ പടന്നക്കാട് വെച്ച് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. NIA സഹായത്തോടെ അസം ടാസ്ക് ഫോഴ്സ് ആണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഹോസ്ദുർഗ് സ്റ്റേഷനിൽ ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള ഇന്റലിജൻസ് ഈ കാര്യം അന്വേഷിക്കുകയാണ്. ആരാണ് കേരളത്തിൽ എവിടെയൊക്കെയായിരുന്നു താമസിച്ചിരുന്നത്, അതോടൊപ്പം തന്നെ ആരാണ് പടന്നക്കാട് ഇയാൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തത്, ഒളിത്താവളം ഒരുക്കിയത് ആരാണ്, ഒപ്പം തന്നെ ഈ 4 മാസമായി എവിടെയൊക്കെ താമസിച്ചു, ആരെയൊക്കെയുമായി കൂടിക്കാഴ്ച നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി ഈ ചോദ്യം ചെയ്യലിൽ മനസ്സിലാക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരള ഇന്റലിജൻസും ഒപ്പം തന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെയും ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൈകിട്ടോടെ ഹോസ്ദുർഗ് ഈ ടാസ്ക് ഫോഴ്സ് ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ടാസ്ക് ഫോഴ്സിന്, അതായത് അസം ടാസ്ക് ഫോഴ്സിന് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇയാളെ വിശദമായി കേന്ദ്ര ഇന്റലിജൻസും കേരള ഇന്റലിജൻസും ചോദ്യം ചെയ്തു വരികയാണ്. ശരി, PK സരീഷാണ് വിവരങ്ങൾ നൽകിയത്.